ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 8ൻ്റെ ന്യൂ ബുക്കിൽ പുതിയ ബുക്കിലുള്ള പേഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. പേഡ് എന്ന് പറഞ്ഞാൽ മരം അല്ലെങ്കിൽ ട്രീ. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. പേഡ് തും പേഡ് നെഹി തും ദർജി. അപ്പോൾ ഇവിടെ കവി പറയുകയാണ്, പേഡ് തും പേഡ് നെഹി, മരമേ നീ ഒരു മരമല്ല. തും ദർജി, ദർജി മാനെ ടൈലർ, തുന്നൽക്കാരൻ, തുന്നുന്ന ആള്. മരമേ നീ ഒരു മരമല്ല, നീ ഒരു തുന്നൽക്കാരനാണെന്ന്. തുമ്നെ കിത്തനെ സിലെ ഘോസ്ലെ കിത്തനെ സിലി ഹവായെ, നീ എത്ര എത്ര കിളിക്കൂടുകൾ തുന്നി. ഘോസ്ലെ മീൻസ് കിളിക്കൂടുകൾ. കിത്തനെ സിലി ഹവായെ, എത്രത്തോളം കാറ്റുകൾ നീ തുന്നി. ധൂപ് സിലി തോ ബിഖർ ഗയി കത്രൻ കത്രൻ ഛായേ. ധൂപ് സിലി, ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, സൺലൈറ്റ്. അപ്പോൾ സൺലൈറ്റ് നീ തുന്നിയപ്പോൾ അത് ബിഖർ ഗേ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്തു പോയി, അല്ലെങ്കിൽ തെറിച്ചു പോയി. അത് തെറിച്ചു പോയിട്ട് എന്താണ് പറ്റിയത്? കത്രൻ ചായേ, മുറിഞ്ഞു പോയതിന് ശേഷം അത് ഷാഡോസായി മാറി. പേഡ് തും പേഡ് നെഹി തും ദർജി. അപ്പോൾ വീണ്ടും കവി ഇവിടെ പറയുകയാണ്, മരമേ നീ ഒരു മരമല്ല, നീ ഒരു തുന്നൽക്കാരനാണ്. മിട്ടി സിൽക്കർ രംഗ് ബനായി പാനി സിൽ ആകാശ്, മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡ് ദിയ തരാശ്. മിട്ടി സിൽക്കർ രംഗ് ബനായി, അതായത് മണ്ണിനെ തുന്നിച്ചേർത്ത് നിറമുണ്ടാക്കി. പാനി സിൽ ആകാശ്, വെള്ളത്തിനെ തുന്നിച്ചേർത്ത് ആകാശമുണ്ടാക്കി. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡ് ദിയ തരാശ്. മിട്ടി എന്ന് പറഞ്ഞാൽ മണ്ണ്, രംഗ് എന്ന് പറഞ്ഞാൽ നിറങ്ങൾ, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റ്, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം. ഇതെല്ലാം ഒരുമിച്ച് തുന്നിച്ചേർത്ത് നീ യോജിപ്പിച്ചു. തരാശ്, യോജിപ്പിക്കുക. ജോഡ് ദിയ, ടു ജോയിൻ. പേഡ് തും പേഡ് നെഹി തും ദർജി, മരമേ നീ ഒരു മരമല്ല, നീ ഒരു തുന്നൽക്കാരനാണ്. തുമ്നെ കിത്നെ സിലെ കിനാരെ, നീ എത്ര തീരങ്ങൾ തുന്നിച്ചേർത്തിരിക്കുന്നു. കിനാരെ എന്ന് പറഞ്ഞാൽ തീരങ്ങൾ. കിത്നി സെലി സെമീനെ, എത്ര ഭൂമി നീ തുന്നിച്ചേർത്തിരിക്കുന്നു. ജമീനെ ഭൂമി. രംഗ് മഹക്കി ഹുയി സിലായി, നിറങ്ങൾ സൗരഭ്യമാകുന്ന തുന്നലുകൾ. ഫൂൽ സിലെ പശ്മീനെ, പൂക്കളെല്ലാം നീ തുന്നിച്ചേർത്ത് അതൊരു പശ്മീന എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഷോളാണ്, അതേപോലെ ആക്കി തീർത്തിരിക്കുന്നു. പേഡ് തും പേഡ് നെഹി തും ദർജി, മരമേ നീ ഒരു മരമല്ല, നീ ഒരു തുന്നൽക്കാരനാണ്. ആം മേം ആം കാ സ്വാദ് സില, മാംഗോ, മാങ്ങയിൽ മാങ്ങയുടെ സ്വാദ് നീ തുന്നിച്ചേർത്തിരിക്കുന്നു. ജാമുൻ മേം ജാമുൻ കാ, ജാമുൻ എന്ന് പറഞ്ഞാൽ ഞാവൽപ്പഴം, ഞാവൽപ്പഴത്തിൽ ഞാവൽപ്പഴത്തിൻ്റെ സ്വാദ് നീ തുന്നിച്ചേർത്തിരിക്കുന്നു. ബാഗ് മേം ബാഗ് കെ സ്വാദ് സിലേഹെ, ഒരു പൂന്തോട്ടത്തിൽ ആ പൂന്തോട്ടത്തിൻ്റെതായ സ്വാദ് നീ തുന്നിച്ചേർത്തിരിക്കുന്നു. വൻ മേം പേഡ് വൻ കെ, പേഡ് മേം വൻ കെ, കാട്ടിലുള്ള മരങ്ങളിൽ ആ കാടിൻ്റെതായ സ്വാദ് നീ തുന്നിച്ചേർത്തിരിക്കുന്നു. പേഡ് തും പേഡ് നെഹി തും ദർജി. ഇവിടെ വീണ്ടും കവി പറയുകയാണ്, മരമേ നീ ഒരു മരമല്ല, നീ ഒരു തുന്നൽക്കാരനാണ്. സുശീൽ ശുക്ലയാണ് നമുക്ക് ഈ പേഡ് എന്ന് പറയുന്ന ഈ പദ്യം എഴുതിയത്. അദ്ദേഹം ജനിച്ചത് 25 മാർച്ച് 1974 മധ്യപ്രദേശിൽ ഹോഷംഗാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹം ബാലസാഹിത്യ വിഭാഗത്തിലാണ് കൂടുതലും ജോലി ചെയ്തിരുന്നത്. പിന്നെ പ്ലൂട്ടോ, സൈക്കിൾ എന്നിവയുടെ എല്ലാം പബ്ലിക്കേഷൻസിൽ എഡിറ്ററുമായിരുന്നു അദ്ദേഹം.
ചക്മക് എന്ന ഒരു പത്രികയുടെ ബാലസാഹിത്യ പത്രികയുടെ എഡിറ്ററായിരുന്നു അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ ടിഫിൻ ദോസ്ത്, ഫേരിവാല ഇതെല്ലാം സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുള്ള ബാലസാഹിത്യ കൃതികളാണ്. 2024 ഹരികൃഷ്ണ ദേവ്സരെ ബാലസാഹിത്യ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. കവിത പേട് കവി സുശീൽ ശുക്ല ദ്വാര ലിഖി ഗയി ഹെ. ഈ കവിത പേട് എന്ന് പറയുന്ന ഈ കവിത എഴുതിയിരിക്കുന്നത് സുശീൽ ശുക്ലയാണ്. ഇസ്മേ പേട് കി തുലന എക് കുശാൽ ദർജി സെ കി ഗയി ഹെ. ഇവിടെ ഒരു മരത്തിനെ തുലന കമ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ടെയിലറായിട്ടാണ്, അല്ലെങ്കിൽ ഒരു തുന്നൽക്കാരനായിട്ടാണ്. ഇനി അതിൻ്റെ സമ്മറി നമുക്ക് നോക്കാം. ഇസ് കവിതാമേം കവിനെ പേട് കോയ്ക്ക് ദർജി കി ഉപമ ദി ഹെ. ഇവിടെ കവി മരത്തിന് ഒരു ടെയിലറിനെ അല്ലെങ്കിൽ ഒരു തുന്നൽക്കാരനായിട്ടാണ് ഇവിടെ കവി ഉപമിച്ചിരിക്കുന്നത്. വഹ് कहता है कि पेड़ केवल पेड़ नहीं बल्कि वह एक ऐसी दर्जी है जिसने धूप, छाव, हवा और मौसम को मिलाकर खूबसूरत तरीके से धरती पर बिखरे दिए हैं. അതായത് ഇവിടെ പറയുന്നത് മരം എന്ന് പറയുന്നത് ഒരു സാധാരണ ടെയിലർ അല്ലെങ്കിൽ ഒരു സാധാരണ തുന്നൽക്കാരനല്ല. അതേസമയം ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, ഛാവ് ഷാഡോസ്, ഹവ വിൻഡ്, മോസം ക്ലൈമറ്റ് ഇതിനെല്ലാം നല്ല ഭംഗിയിൽ ഖൂബ്സൂരത്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ബിക്രേ ദിയേ ഹെ എല്ലാ സ്ഥലത്തും പല സ്ഥലങ്ങളിലായിട്ട് വിതറിയിട്ടിരിക്കുന്നു. മിട്ടി, പാനി ഓർ ആകാശ് കോ ജോഡ്കർ ഏക് സുന്ദർ വാതാവരൺ ബനാ ദിയാ ഹെ. മണ്ണ്, വെള്ളം, അതേപോലെ ആകാശം എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു നല്ല ക്ലൈമറ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. ഉസ്നെ രംഗോं की सिलाई की है. ഈ മരം നിറങ്ങൾ തുന്നിയെടുത്തിരിക്കുന്നു. മെഹക് കോ സിൽക്കർ ഫൂലോമേം ബർദി ഹെ. നല്ല സുഗന്ധം തുന്നിയെടുത്ത് പൂക്കളിൽ നിറച്ചിരിക്കുന്നു. ഹർ ഫൽ ഓർ വനസംബന്ധി മേം ഉസ്കാ യോഗ്ദാൻ ഹെ. ഓരോ പഴങ്ങളിലും അതേപോലെ വനസമ്പത്തായി നമുക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മരങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്. ജേസെ ആം മേം ആം കാ സ്വാദ്, ബാഗ് മേം ബാഗ് കാ സ്വാദ്. അതായത് മാംഗോവിൻ്റെ ടേസ്റ്റും ബാഗ് മേം ബാഗ് കാ സ്വാദ്, അതായത് ഒരു പൂന്തോട്ടത്തിന് ഭംഗിയും. कवि यह बताता है कि पेड़ निस्वार्थ भाग से പ്രകൃതി കോ ജോഡ്താ ഹെ. അതായത് കവി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മരങ്ങൾ നിസ്വാർത്ഥമായി പ്രകൃതിയിൽ എല്ലാ കാര്യങ്ങളും തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നു. സജാത്താ ഹെ, അതേപോലെ ഭംഗിയാക്കുന്നു. ഓർ ജീവൻ കോ സുന്ദർ ബനാത്ത ഹെ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതവും സുന്ദരമാക്കുന്നു. ടീക് വേസേ ഹി ജേസേ ഏക് ദർജി കപ്പടോ കോ ചാട്ട്കർ നയേ രൂപ് മേ ദേത്തെ ഹെ. എങ്ങനെയാണ് ഒരു തുന്നൽക്കാരൻ ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു തുണി മുറിച്ചിട്ട് പല രൂപത്തിൽ ഒരു പുതിയ രൂപത്തിലാക്കി നമുക്ക് തരുന്നു, അതേപോലെ തന്നെയാണ് മരങ്ങളും ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് മിസ്സ് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് മിസ്സിന് അയയ്ക്കുക. അതേപോലെ മിസ്സിൻ്റെ ഇതൊരു പുതിയ ചാനലാണ്, അപ്പോൾ മിസ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു.